കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. നമുക്കിന്നൊരു പൊട്ടറ്റോ മപ്പാസ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആവശ്യം സവാളയാണ്. ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറി ലീവ്സും ഗ്രീൻ ചില്ലി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാം പാലും പിന്നെ അതിൻ്റെ 2-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാലെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്താണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഞാൻ വെള്ളം ചേർക്കാണ്ട് എടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല, ഏലക്കാപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ അടുപ്പിലൊരു പാത്രം വെച്ച് നമുക്ക് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊട്ടറ്റോ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിരുന്നു. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയും അതുപോലെ നമ്മുടെ പൊട്ടറ്റോയും നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും അതുപോലെ ഗ്രീൻ ചില്ലി, ഒരു 2 ഗ്രീൻ ചില്ലി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതുകൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്കിതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗരം മസാലയും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതും അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ ആ മസാലയുടെ മണമൊക്കെ ഇതിനകത്ത് എല്ലാത്തിനും നല്ലപോലെ പിടിക്കുകയും ചെയ്യും. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന 2-ാം പാലല്ലേ, വെള്ളം കൂടുതലായിട്ട് ചേർത്തത്, ആ 2-ാം പാൽ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പൊട്ടറ്റോ ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഇട്ടൊന്ന് വേവട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറിയുടെ ഉപ്പും കൂടെ നമുക്കൊന്ന് നോക്കാം. ഉപ്പ് പാകം അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ ഈ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം പൊട്ടറ്റോ വെന്തോന്ന്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്യണം. കാരണം 1-ാം പാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ തലപ്പാൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഇല്ലേ, ആ ഏലക്കാപ്പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഈ കറിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് കടു താളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കടു നന്നായിട്ട് വറുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടു ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ കറിയിലേക്ക് നമുക്കത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ മപ്പാസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ പൊട്ടറ്റോ മപ്പാസ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.